ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. ടെഹ്റാൻ നഗരം കത്തിച്ച് ചാമ്പലാക്കും, വീണ്ടും ആക്രമിച്ച് ഇസ്രയേൽ, പിന്തുണയ്ക്കരുതെന്ന യുഎസിന് ഇറാന്റെ മുന്നറിയിപ്പ്. ടെൽ അവീവ്, ഇറാനെ വീണ്ടും ആക്രമിച്ച് ഇസ്രയേൽ. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഇസ്രയേൽ വൻ വ്യോമാക്രമണം നടത്തിയത്. വെള്ളിയാഴ്ച ടെഹ്റാൻ നഗരത്തിലും പരിസരങ്ങളിലും വ്യോമാക്രമണം നടത്തി 24 മണിക്കൂറിനുള്ളിലാണ് രണ്ടാമത്തെ ആക്രമണം. ടെഹ്റാനിലെ നൂറുകണക്കിന് ആണവ, സൈനിക കേന്ദ്രങ്ങൾ ഇസ്രയേൽ ലക്ഷ്യം വെച്ചതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ ഇറാന്റെ 3 ആണവശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇറാന്റെ കെർമൻഷാ പ്രവിശ്യയിലെ സൈനിക താവളത്തിൽ സ്ഫോടനം നടന്നതായും സൂചനയുണ്ട്. അതിനിടെ ഇറാൻ കൂടുതൽ മിസൈലാക്രമണം നടത്തിയാൽ ടെഹ്റാൻ കത്തിച്ച് ചാമ്പലാക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇസ്രയേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചുകിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബെൻ ഗുരിയോൺ വിമാനത്താവളം അടച്ചിടുകയാണെന്ന് ഇസ്രയേലും അറിയിച്ചിട്ടുണ്ട്. ടെൽ അവീവ് നഗരത്തിന് പുറത്താണ് മധ്യ ഇസ്രയേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളം. ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്ന ഏതൊരു രാജ്യവും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പ്രാദേശിക സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. US, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രയേലിന് മറ്റു രാജ്യങ്ങൾ പിന്തുണ നൽകിയാൽ സൈനിക നടപടികൾ ഇറാൻ ശക്തമാക്കുമെന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ CNN-നോട് പറഞ്ഞു. ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുള്ള ഇറാനിയൻ മിസൈലുകൾ തകർക്കാൻ US സഹായിച്ചതായുള്ള വാർത്തകൾക്കു പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. വിറങ്ങലിച്ച അന്തരീക്ഷം, കണ്ണീരിണങ്ങാതെ മനുഷ്യർ, BJ മെഡിക്കൽ കോളേജിൽ നെഞ്ചുപൊട്ടുന്ന കാഴ്ച. അഹമ്മദാബാദ് BJ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന പലരുടെയും മുന്നിൽ സർക്കാർ ആശുപത്രിയിലെ പതിവ് കാഴ്ചകളാണ്. ആശുപത്രി രേഖകളുമായി തിരക്കിട്ട് നടക്കുന്നവരെയും ജീവനക്കാരെയും പിന്നിട്ട് കോളേജ് ഓഡിറ്റോറിയത്തിലെത്തുമ്പോൾ അന്തരീക്ഷം പൂർണ്ണമായി മാറും. വിറങ്ങലിച്ച അന്തരീക്ഷം, കരഞ്ഞു തളർന്ന മനുഷ്യർ. എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ മൃതദേഹങ്ങൾ തിരിച്ചറിയാനായി DNA പരിശോധനയ്ക്ക് കസേരകളിലിരിക്കുന്നു. അവർക്കിത് പതിവ് ആശുപത്രി കാഴ്ചകളല്ല. ഒറ്റ ബന്ധുക്കളെ നഷ്ടപ്പെട്ടിട്ട് മണിക്കൂറുകളാവുന്നതേയുള്ളൂ. ദുരന്തത്തിൽ മരിച്ച ഏകദേശം 265 പേരുടെ ബന്ധുക്കളാണ് DNA പരിശോധനയ്ക്കായി ആശുപത്രി ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുന്നത്. ചിലർ രക്തസാമ്പിളുകൾ കൈമാറി, ചിലർ കൈമാറാനായി ദുഃഖത്തോടെ കാത്തിരിക്കുന്നു. ഓരോരുത്തരുടെയും രക്തസാമ്പിളുകൾ മൃതദേഹ അവശിഷ്ടങ്ങളുമായി താരതമ്യം ചെയ്താണ് ബന്ധുത്വം തെളിയിക്കുന്നത്. പക്ഷേ മൃതദേഹമെന്ന് പറയാൻ ഒന്നും ശേഷിക്കുന്നില്ല. അവയവഭാഗങ്ങളോ മാംസകഷ്ണങ്ങളോ ആണ് അപകട സ്ഥലത്തുനിന്ന് ലഭിച്ചത്. പലരും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആശുപത്രി വളപ്പിലിരിക്കുന്നു. അക്കൂട്ടത്തിൽ വയോധികയായ സുവർണ സോണിയുമുണ്ട്. പ്രായം 80. രക്തസാമ്പിൾ നൽകാനെത്തിയതാണ്. അപകടത്തിൽ മകൻ സ്വപ്നിൽ സോണി 45, മകന്റെ ഭാര്യ യോഗ സോണി 44, മൂത്ത മകന്റെ ഭാര്യ അൽഫ സോണി 55 എന്നിവർ മരിച്ചു. അൽഫയുടെ ഭർത്താവിനെ സ്വീകരിക്കാനാണ് ഇവർ ലണ്ടനിലേക്ക് പോകാനിരുന്നത്. ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ഒപ്പമുണ്ടായിരുന്ന സുവർണയുടെ മകൾ തൃപ്തി സോണി തേങ്ങലോട് പറഞ്ഞു. സ്വപ്നിൽ 9-നും അൽഫ 13-നും ലണ്ടനിലേക്ക് പോകാനിരുന്നതാണ്. അവസാന നിമിഷമാണ് യാത്ര ഒരുമിച്ചാക്കിയത്. തൃപ്തി തേങ്ങലോട് കൂട്ടിച്ചേർത്തു, ഞങ്ങൾ DNA ഫലത്തിനായി കാത്തിരിക്കുകയാണ്. എങ്കിലേ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാകൂ, അവർക്ക് വിട പറയാനാകൂ. വരുന്നു പെരുമഴ. ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലർട്ട്, 6 ഓറഞ്ച് അലർട്ട്. കോഴിക്കോട്ട് ഖനനത്തിന് നിരോധനം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കു സാധ്യതയെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. വടക്കൻ കർണാടകയ്ക്ക് മുകളിലായി ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നതിനാലും കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്ന സാഹചര്യത്തിലുമാണ് ഇത്. കാറ്റിന്റെ ശക്തി മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിലാകുമെന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് 15-ന് രാവിലെ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെ 2.8 മുതൽ 3.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ, ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി നിർത്തിവെച്ച് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉത്തരവിട്ടു. വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനവും പൂർണ്ണമായി നിരോധിച്ചു. ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മലയോര പ്രദേശങ്ങൾ, ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി 7 മുതൽ രാവിലെ 7 വരെ അടിയന്തര യാത്രകൾ അല്ലാത്തവ ഒഴിവാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. വരും ദിവസങ്ങളിലെ മഴ സാധ്യത പ്രവചനം. റെഡ് അലർട്ട്, അതിതീവ്രമായ മഴ 2025 ജൂൺ 15. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് 2025 ജൂൺ 16. മലപ്പുറം, കോഴിക്കോട്, വയനാട് 2025 ജൂൺ 17. മലപ്പുറം, കോഴിക്കോട് ഓറഞ്ച് അലർട്ട്, ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ 2025 ജൂൺ 15. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം,
തൃശൂർ, പാലക്കാട് 2025 ജൂൺ 16, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് 2025 ജൂൺ 17, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് 2025 ജൂൺ 18, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴ 2025 ജൂൺ 16, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ 2025 ജൂൺ 17, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ 2025 ജൂൺ 18, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ. സീതയുടെ മരണം കൊലപാതകം, കാട്ടാന ആക്രമണത്തിന്റെ ലക്ഷണങ്ങളില്ല. ഭർത്താവ് കസ്റ്റഡിയിൽ. തൊടുപുഴ പീരുമേട്ടിൽ മീൻമുട്ടി വനത്തിൽ മരിച്ച സീതയുടേത് കൊലപാതകം. വനത്തിൽ വെച്ച് കാട്ടാന ആക്രമിച്ചെന്നായിരുന്നു ഭർത്താവ് ബിനു പറഞ്ഞിരുന്നത്. കാട്ടാനയാക്രമണത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നില്ലെന്ന് ഫോറൻസിക് സർജൻ നൽകുന്ന പ്രാഥമിക സൂചന. പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിലാണ് വിവരങ്ങൾ പുറത്തുവന്നത്. സീതയുടെ തലയ്ക്കും നെഞ്ചിനും പരുക്കുണ്ടായിരുന്നു. ബിനു പോലീസ് കസ്റ്റഡിയിൽ. ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരാണ് ബിനുവും കുടുംബവും. വനവിഭവം ശേഖരിക്കുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായെന്ന് ബിനുവാണ് ഇന്നലെ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ സീതയുടെ മുഖത്തും കഴുത്തിലും മൽപ്പിടുത്തത്തിന്റെ പാടുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. തലയുടെ ഇടതുഭാഗത്ത് പിടിച്ച് വലതുഭാഗം പലതവണ പരുക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചു. തലയുടെ ഇടതുവശത്തും ക്ഷതമേറ്റിട്ടുണ്ട്. മരത്തിൽ ഇടിപ്പിച്ചതാകാനാണ് സാധ്യത. ഉയർന്ന ഭാഗത്തുനിന്ന് താഴേക്ക് വീണ പരുക്കുകളും ദേഹത്തുണ്ട്. പാറയിൽ തലയിടിച്ചാണ് വീണിട്ടുള്ളത്. ഇടതുവശത്തെ 7 വരിയെല്ലുകൾ ഒടിഞ്ഞു. 2 ശ്വാസകോശത്തിൽ കുത്തിക്കയറിയിട്ടുണ്ട്. വലതുവശത്തെ 6 വരിയെല്ലുകൾ ഒടിഞ്ഞു. ഒരെണ്ണം ശ്വാസകോശത്തിൽ കുത്തിക്കയറിയെന്നും പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. തോട്ടാപുരയിൽ നിന്നു 3.5 കിലോമീറ്റർ അകലെ മീൻമുട്ടിക്കു സമീപം വനത്തിലാണ് കൊമ്പനാനയുടെ ആക്രമണം ഉണ്ടായതെന്നാണ് ബിനു പോലീസിനോട് പറഞ്ഞത്. ഇന്നലെ ഉച്ചയ്ക്ക് 2-നാണ് സംഭവമെന്നും ഇതിനിടെ കാട്ടുപൊന്തയുടെ മറവിൽ നിന്നിരുന്ന ആനയുടെ മുന്നിൽ ഇരുവരും പെടുകയായിരുന്നെന്നും ബിനു മൊഴി നൽകിയിരുന്നു. മുന്നിൽ നടന്നിരുന്ന സീതയെ ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞെന്നും മൊഴിയിലുണ്ടായിരുന്നു. ബിനു ഫോണിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കളും വനപാലകരുമെത്തി. തലയ്ക്ക് പരുക്കേറ്റ അവശയായ സീതയെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മ്ലാവിറച്ചിയെന്ന് തെറ്റിദ്ധരിച്ച് അറസ്റ്റ്. ജയിലിൽ കിടന്നത് 35 ദിവസം. ഫലം വന്നപ്പോൾ പോത്തിറച്ചി. യുവാവിന്റെ ഭാര്യ വിവാഹമോചനം നേടി. തൃശൂർ മ്ലാവിറച്ചിയെന്ന പേരിൽ തൃശൂർ മുപ്ലിയത്ത് വനം ഉദ്യോഗസ്ഥർ പിടികൂടിയത് പോത്തിറച്ചി. കേസിൽ അകപ്പെട്ടതോടെ 35 ദിവസമാണ് 2 പേർ ജയിലിൽ കിടന്നത്. ചാലക്കുടി മേച്ചിറ സ്വദേശിയും ചുമട്ട് തൊഴിലാളിയുമായ സുജേഷ് ആണു സുഹൃത്ത് ജോബിക്കൊപ്പം കേസിൽ അകപ്പെട്ടത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് മ്ലാവിറച്ചി കഴിച്ചെന്ന് പറഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. 35 ദിവസം ജയിലിൽ കിടന്നതിനു പിന്നാലെ ഹൈക്കോടതി ഇരുവർക്കും ജാമ്യം അനുവദിക്കുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് സുജേഷിന്റെ ജീവിതം തകർന്നത്. അറസ്റ്റിലായ ശേഷം സുജേഷിന്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. ഭാര്യ വിവാഹമോചനം നേടി. 2 മക്കളാണ് ഇവർക്കുള്ളത്. അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായ സുജേഷിന്റെ ജീവിതം കള്ളക്കേസിൽ കുടുങ്ങിയതോടെ പ്രതിസന്ധിയിലായി. വൈകാതെ ഇവരിൽ നിന്ന് പിടികൂടിയത് മ്ലാവിറച്ചിയിൽ നിന്ന് ഫോറൻസിക് ലാബിൽ നിന്നുള്ള ഫലം വന്നു. മ്ലാവിറച്ചിയാണെന്നാണ് വനം വകുപ്പ് പറഞ്ഞത്. പരിശോധനാ ഫലം വന്നപ്പോൾ പോത്തിറച്ചിയാണ്. 35 ദിവസം ജയിലിൽ കഴിഞ്ഞു. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇന്നും വനം വകുപ്പ് ഓഫീസിലെത്തി ഒപ്പിട്ടു. ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി ആലോചിക്കും. അത്രമാത്രം അനുഭവിച്ചു. ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്. ഭാര്യ വിവാഹമോചനം നേടി. കോഴിക്കട ഉണ്ടായിരുന്നു. കശാപ്പിന്റെ ജോലിയും ഉണ്ടായിരുന്നു. വനം വകുപ്പ് വന്ന് വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറി. മ്ലാവിറച്ചി അല്ലെന്ന് പലതവണ പറഞ്ഞു. ശാരീരികമായി ഉപദ്രവിച്ചാണ് മൊഴി പറയിപ്പിച്ചത്. തെളിവ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ചുമട്ടുതൊഴിലാളിയായി കയറാനാകുമെന്നാണ് പ്രതീക്ഷ. ആദ്യമായാണ് ജയിലിൽ കിടക്കുന്നത്. ഇതുവരെ ഒരു കേസും ഉണ്ടായിട്ടില്ല, സുജേഷ് പറയുന്നു. അതേസമയം മ്ലാവിറച്ചിയാണെന്ന് പറഞ്ഞു യുവാക്കൾ നടത്തിയ വാട്സാപ്പ് സംഭാഷണം തെളിവായി ഉണ്ടെന്നാണ് വനം വകുപ്പിന്റെ വാദം. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും ഫോറൻസിക് ലാബ് ഫലങ്ങൾ വൈകാറുണ്ടെന്നും വനം വകുപ്പ് പറയുന്നു. മ്ലാവിനെ വേട്ടയാടി പാചകം ചെയ്തു തുടങ്ങിയ വകുപ്പുകളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയത്. തിരുവമ്പാടിയിൽ KMCC പരിപാടിയിൽ അതിഥിയായി PV അൻവർ. ബന്ധമില്ലെന്ന് ലീഗ്. കോഴിക്കോട് തിരുവമ്പാടിയിൽ ഗ്ലോബൽ KMCC പരിപാടിയിൽ അതിഥിയായി നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവർ. നാളെ നടക്കുന്ന തിരുവമ്പാടി പഞ്ചായത്ത് GCC KMCC കുടുംബസംഗമത്തിലാണ് അൻവർ പങ്കെടുക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് അടക്കമുള്ളവർ പങ്കെടുക്കുമെന്ന് പരിപാടിയുടെ നോട്ടീസിൽ പറയുന്നുണ്ട്. PV അൻവർ UDFുമായി സഹകരിക്കുന്ന ഘട്ടത്തിലാണ് ക്ഷണിച്ചതെന്നാണ് പരിപാടിയുടെ കൺവീനറുടെ വിശദീകരണം. അതേസമയം പരിപാടിയുമായി ബന്ധമില്ലെന്ന് മുസ്ലിം ലീഗ് തിരുവമ്പാടി മണ്ഡലം ജനറൽ സെക്രട്ടറി PG മുഹമ്മദ് പറഞ്ഞു. പരിപാടിയിൽ ലീഗ് നേതാക്കൾ പങ്കെടുക്കില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ഷിബില വധക്കേസ്. 2 കൈകളിലും കത്തി. ഭാര്യ തന്നെ വിട്ടുപോകുമോയെന്ന ആശങ്ക. കുറ്റപത്രം സമർപ്പിച്ചു.
പുതുപ്പാടി കക്കാട് നാക്കിലമ്പാട് പാറക്കണ്ടി വീട്ടിലെ ഷിബില 24 ഭർത്താവ് വീട്ടിൽ കയറി കുത്തിക്കൊന്ന കേസില് താമരശ്ശേരി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. താമരശ്ശേരി ജുഡീഷ്യല് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 പോലീസ് ഇൻസ്പെക്ടർ എ സയുജകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം 600 പേരുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. ഷിബിലയുടെ ഭർത്താവ് പുതുപ്പാടി തറോൾമെറ്റത്ത് വീട്ടിലെ യാസിർ 26 ആണ് കേസിലെ ഏക പ്രതി. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുകയും അവരുടെ മാതാപിതാക്കളെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ കൊലക്കുറ്റത്തിനും വധശ്രമത്തിനും ഉൾപ്പെടെയുള്ള വകുപ്പുകളെ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഷിബില കൊല്ലപ്പെട്ടതിന്റെ 87ാം ദിവസമാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ഷിബിലയെ വധിക്കാൻ ഉപയോഗിച്ച 2 കത്തികൾ ഉൾപ്പെടെ 36 തൊണ്ടിമുതലുകൾ ഹാജരാക്കിയ കേസിലെ 86 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ഒരേസമയം 2 കത്തികൾ ഇരുകൈകളിലും പിടിച്ച് യാസിർ ഷിബിലയെ ആക്രമിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തല്. കത്തിക്കുത്തേറ്റ് ആഴത്തിലുള്ള 11 മുറിവുകളായിരുന്നു ഷിബിലയുടെ ദേഹത്തുണ്ടായിരുന്നത്. തന്റെ വീട്ടിലേക്ക് ഷിബില മടങ്ങിവരാത്തതിലുള്ള വിരോധവും ഭാര്യ തന്നെ വിട്ടുപോകുമോ എന്ന ആശങ്കയുമാണ് യാസിറിനെ അരിങ്കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കുറ്റപത്രത്തോടൊപ്പം 76 അനുബന്ധ രേഖകളാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. മാർച്ച് 18 രാത്രി 7 മണിക്കായിരുന്നു ഷിബിലയെ നാക്കിലമ്പാട്ട് വീട്ടുമുറ്റത്തുവെച്ച് യാസിർ കുത്തിക്കൊലപ്പെടുത്തുകയും ഭാര്യയുടെ മാതാപിതാക്കളെ കുത്തിപ്പരിക്കേല് അപ്പിക്കുകയും ചെയ്തത്. അക്രമത്തിനു ശേഷം കടന്നുകളഞ്ഞ യാസിറിനെ മെഡിക്കൽ കോളേജ് പാർക്കിംഗ് ഗ്രൗണ്ടില് നിർത്തിയിട്ട കാറിനുള്ളിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് താമരശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കാണാനില്ല. കോടഞ്ചേരി ചെമ്പുകടവ് തൈപ്പറമ്പിൽ മാത്യുവിന്റെ മാത്തുകുട്ടി ഉടമസ്ഥതയിലുള്ള KL 57 Y 5962 ഹോണ്ട സ്കൂട്ടർ കാണാനില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കുമിടയിൽ സ്വവസതിയിൽ നിന്നാണ് കാണാതെ പോയത്. കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കണ്ടുകിട്ടുന്നവർ ദയവായി ഈ നമ്പറിൽ അറിയിക്കുക. 8086568311. ലഹരി വിമുക്ത യുവത്വം മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോടഞ്ചേരി വേളങ്കോട് സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി 2ാം വർഷ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കായി ലഹരി വിമുക്ത യുവത്വം എന്ന വിഷയത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NSS, സൗഹൃദ ക്ലബ്ബ് എന്നീ സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. 2023 വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡലും 23 മുതൽ 24 വരെ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്നിനെതിരെ ക്യാമ്പയിൻ നടത്തിയതിന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പിന്റെ അംഗീകാരവും കരസ്ഥമാക്കിയ വടകര എക്സൈസ് റേഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രസാദ് CK-യാണ് രക്ഷിതാക്കൾക്കായി ക്ലാസുകൾ നയിച്ചത്. ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ പെടാതെ യുവതലമുറയെ സംരക്ഷിക്കേണ്ടത് മുതിർന്നവരുടെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പൊതുസമൂഹത്തിന്റെയും ഉത്തരവാദിത്വമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമൂഹത്തിൽ പതിയിരിക്കുന്ന ലഹരിയുടെ പൈശാചികത മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നിറയെ സംഭവങ്ങളും അതിന്റെ ഭീകരതയും എടുത്തു കാണിക്കുന്ന ദൃശ്യങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു പ്രസ്തുത ക്ലാസ്. ഏറെ മികച്ചൊരു ക്ലാസ് ലഭിച്ചതിൽ മാതാപിതാക്കൾ സ്കൂളിനും നേതൃത്വം വഹിച്ചവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചു. പ്രിൻസിപ്പൽ ബിബിൻ സെബാസ്റ്റ്യൻ ഏവർക്കും സ്വാഗതം ആശംസിച്ച ക്ലാസിനു സ്റ്റാഫ് സെക്രട്ടറി രാജി ജോസഫ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. പ്രസ്തുത പരിപാടിയിൽ മാനേജ്മെന്റ് പ്രതിനിധി സിസ്റ്റർ സുധർമ്മ SIC, അധ്യാപകർ, അനധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു. ആധുനിക ചികിത്സ സംവിധാനത്തോടെ KMCT മെഡിക്കൽ സെന്റർ പുതുപ്പാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈങ്ങാപ്പുഴ പുതുപ്പാടിയിൽ പ്രവർത്തിച്ചുവരുന്ന ജനത ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് അത്യാധുനിക ചികിത്സ സംവിധാനങ്ങളോടെ KMCT മെഡിക്കൽ സെന്റർ പുതുപ്പാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് സജാദ് MP അധ്യക്ഷനായി. പുതുതായി സംവിധാനിച്ച ലബോറട്ടറി പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജ്മുന്നിസ ഷെരീഫും എക്സ്റേ യൂണിറ്റ് KMCT ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ റമീസ് PM എന്നിവരും ഉദ്ഘാടനം നിർവഹിച്ചു. ഷാബി വളഞ്ഞപാറ, ME ജലീൽ, KP സുനീർ, മോളി ആൻഡോ, ഡെന്നി വർഗീസ്, ഗഫൂർ അമ്പുഡു, ആയിഷ BV, KMCT അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ സുജാത, മാർക്കറ്റിംഗ് മാനേജർ നവീൻ കുര്യൻ, സാദിഖ് പാറച്ചോട്ടിൽ, ആഷിഫ് എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.